ആണല്ലേ? യെസ്, ഞാൻ മാത്രമേ ഉള്ളൂ, ഞാനും പിള്ളേരും മാത്രമേ ഉള്ളൂ വീട്ടിൽ. ഒരു സർപ്രൈസ് എന്ന് പറയണോ എന്താണ് പറയേണ്ടതെന്ന് അറിഞ്ഞൂടെ. ഇപ്പോൾ മഷുവിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടാന്ന് അറിയാൻ പാടില്ല. മഷു വീഡിയോ എടുക്കുന്നുണ്ട്, എന്തായാലും പോണ വഴിക്കും എത്തിയെന്നും എല്ലാം വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ മഷുവിൻ്റെ ഫസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ഞാനാണ് ഇറങ്ങണമെങ്കിൽ ഇപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ അറിയണമായിരിക്കും. മഷുവും ബഷീയും എബ്രവും ബാങ്കോക്കിലാണ് ഗൈസ്. എല്ലാം പെട്ടെന്ന് സഡൻ പ്ലാനായിരുന്നു. എന്താ വെച്ചാൽ ഞങ്ങൾക്ക് പെട്ടെന്നൊരു ആഗ്രഹമൊക്കെ വന്ന് എല്ലാവർക്കും ഒരു ആഗ്രഹങ്ങൾ. അപ്പോൾ മഷുവിൻ്റെ ഓൺ ബ്രാൻഡിൽ മഷു ഇട്ട പേരിൽ ഓൺലൈൻ സ്റ്റോർ വരികയാണ്. അപ്പോൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളെ ഫാമിലി സപ്പോർട്ട് ചെയ്തതുപോലെ ഈ പുതിയ ഓൺലൈൻ ബ്രാൻഡ് മഷുവിൻ്റെ ഓൺ ബ്രാൻഡ് ഇറക്കി. ഇങ്ങനെ ഓൺ ബ്രാൻഡ് മീൻസ് സ്വന്തം ഒരു പേരൊക്കെ ഇട്ടിട്ട് ഓൺലൈൻ സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യണതാണ്. നമ്മുടെ ക്യൂട്ട് പിൻട്രസ്റ്റ് ഡ്രസ്സൊക്കെ ഇല്ലേ, അങ്ങനത്തെ മഷു സുനു എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം തോന്നിയോ? ഞാനിത് പറയുമ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഹേർട്ട് ആവുന്നുണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കുക. ചിലപ്പോൾ എൻ്റെ ചാനലിന് എന്തും സംഭവിക്കാം. കാരണം നമ്മൾ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ വിമർശനത്തിന് അതീതരൊന്നുമല്ല. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്കും മിസ്റ്റേക്കുകൾ സംഭവിക്കാം, തെറ്റുകൾ സംഭവിക്കാം. നാളെ എനിക്കും തെറ്റ് സംഭവിക്കാം. അവർ ചെയ്യുന്ന പ്രവൃത്തിയെ നമുക്ക് വിമർശിക്കാം. പക്ഷേ ആ വ്യക്തിയുടെ സ്വഭാവം പണ്ട് മുതലേ എങ്ങനെയാണ്, അവരെ കുടുംബപരമായിട്ട് അധിക്ഷേപിക്കുക, അതിനോടൊന്നും എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റില്ല. ഇത് എന്തുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ കാണിച്ചെന്ന് ചോദിച്ചാൽ, ബഷീർ ബഷി ആൻഡ് ഫാമിലി, ബി ഫാമിലി എന്നറിയപ്പെടുന്ന ബഷീർ ബഷി ആൻഡ് ഫാമിലി, അവർ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഒരു കേസിൻ്റെ പുറകെ ഇങ്ങനെ നടക്കുകയാണ്. കേസ് മറ്റൊന്നിനുമല്ല, അവരെ ഫാമിലി പരമായിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ അധിക്ഷേപിക്കുന്നു, സൈബർ ബുള്ളിങ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം ഇതാണ്, ബഷീർ ബഷി അദ്ദേഹം 2 കല്യാണം കഴിച്ചിട്ടുണ്ട്. ഒന്ന് സുഹാന, ഒന്ന് മഷൂറ. അതിൽ മഷൂറയ്ക്ക് ഒരു ക്ലോത്തിങ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി അതിൻ്റെ ആവശ്യമായിട്ട് ബഷീർ ബഷി മഷൂറയും കൂടി ബാങ്കോക്കിലേക്ക് പോയി. സുഹാനെ കൊണ്ടുപോയില്ല, അല്ലെങ്കിൽ സുഹാന പോയില്ല. ഇതാണ് വിഷയം. അത് ഏതോ ഒരു ചാനലിനകത്ത് സുഹാനെ കൊണ്ടുപോകത്തിൽ എന്തോ സങ്കടമുള്ളതുപോലെ ഒരു റിയാക്ഷൻ വീഡിയോ, അതൊരു ഒരു വ്ളോഗറിരുന്ന് സംസാരിക്കുന്നതല്ല, ഒരു എഴുതി കാണിച്ചു പോകുന്നൊരു സംഭവം, ഒരു ആത്മകഥം പോലെ എഴുതി കാണിച്ചു പോകുന്നൊരു സാധനം. അത് കണ്ട ഉടനെ പല റിയാക്ഷൻ വ്ളോഗേഴ്സും അതെടുത്ത് വെച്ച് സംസാരിച്ചു. മഷൂറെ മാത്രമാണ് ബഷീർ ബഷി ഇപ്പോൾ സ്നേഹിക്കുന്നത്, സുഹാനെ മൈൻഡ് ചെയ്യുന്നില്ല, അതെന്തുകൊണ്ടായിരിക്കും, ഇപ്പോൾ സുഹാനെ വേണ്ട, ഇവർ ഡിവോഴ്സിൻ്റെ വക്കീലാണ്, അപ്പിടിയാണ് ഇപ്പിടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചു. സ്വാഭാവികമായിട്ടും നമുക്കാണെങ്കിലും ദേഷ്യം വരുമല്ലോ. ബഷീർ ബഷിക്കും ദേഷ്യം വന്നു. അദ്ദേഹം ഇതിൽ വളരെ മോശമായിട്ട് സംസാരിച്ച വ്യക്തികൾക്കെതിരെ കേസ് കൊടുത്തു. അതിൽ 1-2 പേര് ബഷീർ ബഷിയെ വിളിച്ചിട്ട് സോറി പറഞ്ഞു. കാരണം ഞങ്ങൾക്ക് തെറ്റുപറ്റിയതാണ്, ഇങ്ങനൊരു കാര്യം കണ്ടപ്പോൾ എടുത്തു വെച്ച് സംസാരിച്ചതാണ്. എനിക്കതിനകത്ത് ബഷീർ ബഷി ഇടപെട്ട രീതി വളരെ മാന്യമായിട്ട് തന്നെയാണ് അദ്ദേഹം ആ വിഷയത്തിൽ ഇടപെട്ടത്. അവർക്ക് കേസ് കൊടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. കാരണം ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് അവർ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല. സാധാരണ 2 ലേഡീസ് ഒരു വീട്ടിൽ, അതും ഭാര്യമാരെന്ന ലെവലിൽ ജീവിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ ഇവർ കഴിഞ്ഞ 7-8 വർഷമായിട്ട് ഒരുമിച്ച് ജീവിക്കുന്നു. അങ്ങനെ കാര്യമായിട്ട് പ്രശ്നങ്ങളുള്ളതായിട്ടൊന്നും സോഷ്യൽ മീഡിയക്കകത്ത്, ഇവരെന്തായാലും കണ്ടന്റ് ക്രിയേറ്റേഴ്സാണ്, സോഷ്യൽ മീഡിയ വന്ന് പറയാം, അവർക്ക് പറയാനുള്ള റൈറ്റ് ഉണ്ട്. പക്ഷെ അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല. അങ്ങനെ ജീവിച്ചു പോകുന്ന ഒരു ഫാമിലിയെക്കുറിച്ചാണ് ഇത്തരത്തിലൊരു ന്യൂസ് അല്ലെങ്കിൽ കോൺട്രവേഴ്സി ഉണ്ടാകുന്നത്. ഏതൊരാൾക്കും ദേഷ്യം വരും. അതേപോലെ ദേഷ്യവും സങ്കടമൊക്കെ ബഷീർ ബഷിക്കും വന്നു. അദ്ദേഹം കൊണ്ട് കേസ് കൊടുത്തു. അപ്പോൾ എനിക്ക് ഈ സുഹാനയുടെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് അതിനകത്തൊരു പ്രശ്നമുള്ളതായിട്ട് തോന്നിയില്ല. ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെ വീഡിയോസ് പലരുടെയും കണ്ടു. അത് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിക്കും, ഇങ്ങനൊരു തോട്ട് ഉണ്ടോ അതിനകത്ത് എന്ന് ചിന്തിച്ചു പോകും. പക്ഷേ സുഹാനയുടെ വീഡിയോ കാണുമ്പോൾ അതിനകത്ത് അങ്ങനെയൊന്നുമില്ല. അവർ ക്ലോത്തിങ് ബ്രാൻഡിൻ്റെ ആവശ്യമായിട്ട് ബാങ്കോക്കിലേക്ക് പോയി, ഞങ്ങളുടെ പുതിയൊരു സംരംഭമാണ്, നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം, എല്ലാവരും പറയുന്നൊരു കാര്യമാണത്. പക്ഷേ എന്തുകൊണ്ട് ഇതൊരു കോൺട്രവേഴ്സി ആയി മാറിയെന്ന് ചിന്തിച്ചപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒരു ഉത്തരം കിട്ടുന്നില്ല. റിയാക്ഷൻ കേരള എന്ന് പറയുന്ന ചാനലിൽ വന്ന് ആ ഒരു ചാനലിലെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് തെറ്റിദ്ധരിക്കപ്പെടാം. കാരണം അതിനകത്ത് മഷൂറ സംസാരിക്കുന്നതല്ല, മഷൂറ എഴുതി കാണിക്കുന്ന പോലെയാണ്, മഷൂറയുടെ ആത്മകഥം പോലെയാണ് ആ ചാനൽ കാണിക്കുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ തെറ്റിദ്ധരിക്കപ്പെടാം. അങ്ങനെ തെറ്റിദ്ധരിച്ചുകൊണ്ട് ചെയ്തതായിരിക്കാം, ഞാൻ അങ്ങനെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് മൂപ്പൻസ് വ്ലോഗിലെ ശരത്തേട്ടൻ ബഷീർ ബഷിയെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. അതിന് മുൻപ് വിവി ഹിയറിലെ വിവി ഇദ്ദേഹത്തെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. വിവിയുടെ തംബ്നെയിലാണ് പ്രശ്നം, തംബ്നെയിലിനകത്ത് ഉപയോഗിച്ച വേർഡ്സാണ് പ്രശ്നം. അതിന് വിവി സോറി പറഞ്ഞുകൊണ്ട് തംബ്നെയിൽ മാറ്റുകയും ചെയ്തു. ആ കേസ് അദ്ദേഹം പിൻവലിച്ചു. മൂപ്പൻസ് വ്ലോഗിലെ ശരത്തേട്ടൻ പറഞ്ഞു, അദ്ദേഹം പറയേണ്ട കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. അതും ബഷീർ ബഷി അക്സെപ്റ്റ് ചെയ്തു. അതും കേസ് പിൻവലിക്കാമെന്ന് വാക്ക് കൊടുത്തു. എനിക്ക് അതിനകത്ത് ബഷീർ ബഷിയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഇറ്റ്സ് എക്സലൻറ്റ്, പറയാതിരിക്കാൻ വയ്യ. കാരണം അദ്ദേഹത്തിന് നേരെ വന്നൊരു സൈബർ ബുള്ളിങ് എന്ന് ഞാനതിനെ പറയുന്നില്ല. റിയാക്ഷൻ വ്ളോഗേഴ്സ് ആയിക്കോട്ടെ, തെറ്റിദ്ധരിക്കപ്പെട്ട് ചെയ്തതായിരിക്കാം. ഞാനും ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾ തന്നെയാണ്. നാളെ എനിക്കും തെറ്റിദ്ധരിക്കപ്പെട്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം. മനുഷ്യനാണ്, ആരും തെറ്റുകൾക്ക് അതീതരൊന്നും അല്ലല്ലോ. അതുകൊണ്ട് തന്നെ തെറ്റ് സംഭവിച്ചാൽ അത് തിരുത്താനും സോറി പറയാനും കാണിക്കുന്ന ഒരു മനസ്സ്, അത് ഈ 2 പേരും കാണിച്ചു എന്നുള്ളതാണ്. വിവിയും കാണിച്ചു, ശരത്തേട്ടനും കാണിച്ചു. 2 പേരും വിളിച്ച് സംസാരിച്ചു, മിസ്റ്റേക്ക് പറ്റിപ്പോയി, സോറി പറഞ്ഞു. സോറി പറഞ്ഞപ്പോൾ തന്നെ ഈ ബഷീർ ബഷിക്ക് അത് മനസ്സിലാവുകയും ചെയ്തു. അദ്ദേഹം ആ കേസ് പിൻവലിക്കാമെന്ന് വാക്കും കൊടുത്തു. ഇതിനകത്ത് എനിക്ക് ശരത്തേട്ടനോട് പറയാനൊരു കാര്യം, അപ്പോൾ വിവി ചെയ്ത കാര്യത്തിൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കാരണം വിവി തംബ്നെയിലിൻ്റെ കാര്യത്തിൽ വിളിച്ച് മാപ്പ് പറഞ്ഞു, സോറി പറഞ്ഞു. ശരത്തേട്ടൻ പറഞ്ഞൊരു കാര്യം
നമുക്ക് അത് ആദ്യം ഒന്ന് കേട്ട് നോക്കാം. ശരത്തേട്ടൻ ഞാൻ പറയുന്നത് മൂപ്പൻസ് വ്ലോഗിലെ ശരത്തേട്ടനാണ്. എനിക്ക് അദ്ദേഹത്തിനോട് ബഹുമാനമാണുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ശരത്തേട്ടൻ തന്നെ പറയുന്നത്. കാരണം അദ്ദേഹം ഒരുപാട് വിഷയങ്ങൾ എടുത്ത് വെച്ച് സംസാരിക്കുന്നത് കാണാൻ കേൾക്കാൻ എനിക്ക് ഇഷ്ടമായിരുന്നു. ഇപ്പോൾ പക്ഷെ ഞാൻ കാണാറില്ല. അതിൻ്റെ കാരണവും ഞാൻ പറഞ്ഞുതരാം. കാരണം ഈ പ്രചരിക്കപ്പെട്ട വീഡിയോ എന്ന് പറയുന്നില്ലേ, അതായത് മനോരമ ന്യൂസിലും വനിതയിലൊക്കെ വന്നു എന്ന് പറയുന്ന ആ ഒരു സാധനം, ആ ഒരു ഭാഗം മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് നിങ്ങളുടെ വീഡിയോ ഇച്ചിരി ലെങ്തി വീഡിയോ ആണ്. ഇത് ഏത് വീഡിയോക്കകത്താണ് ഇത് വരുന്നുള്ള കാര്യം അറിയില്ല. കാരണം ഇത് നിങ്ങളുടെ ഫാമിലി വ്ളോഗിനെ കുറിച്ച് നമ്മൾ സത്യം പറഞ്ഞ് സംസാരിക്കുന്നു. അതായത് ബ്രോ വീഡിയോ കണ്ടിട്ടില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ കാണാണ്ടാണ് വീഡിയോ ചെയ്തത്. അതായത് ആ പ്രചരിക്കപ്പെട്ട വീഡിയോ ഇല്ലേ, ആ ഒരു സംഭവം മാത്രം. ആ ക്ലിപ്പ് ബ്രോ ഇന്നലെ ഇതിൽ പറയുന്നുണ്ടല്ലോ ഒരിടത്ത് കമന്ററി പോലെ. ശരത്തേട്ടനെ പോലെ ഒരാൾ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലായിരുന്നു. ഈ ഒരു കാര്യമാണ് എനിക്ക് ഇതിനകത്ത് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഇപ്പം ഞാൻ ചെയ്താൽ പോലും അത് ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം ഞാൻ പുതിയൊരാളാണ്, ഇത്ര സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരാളാണ്. ഇത്ര സബ്സ്ക്രൈബേഴ്സ് എനിക്കുള്ളൂ, ഒരു 5000 സംതിങ് സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചെയ്താൽ പോലും അത് ഒരുപാട് പേരിലേക്കൊന്നും എത്തില്ല. പക്ഷേ ശരത്തേട്ടനെ പോലെ ഒരാൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്കിൽ ഒരുപാട് അന്വേഷിക്കേണ്ടി വരും. എനിക്ക് സായിയോട് ഒരുപാട് ഇഷ്ടം തോന്നുന്ന കാരണം അതാണ്. സായി ഒരു കണ്ടൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് റിസർച്ച് നടത്തിയിട്ടേ ചെയ്യത്തുള്ളൂ. ഇതാണ് എൻ്റെ ഒരു അറിവ്. കാരണം ഈ ധർമ്മസ്ഥലയുടെ ഒരു വിഷയത്തെക്കുറിച്ച് സായി വീഡിയോ ചെയ്യാൻ ഏകദേശം 2-3 ദിവസം എടുത്തു. അപ്പോൾ അതിന് സായി പറഞ്ഞൊരു മറുപടി എന്ന് പറയുന്നത്, ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് റിസർച്ച് അല്ലെങ്കിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, എന്താണ് എക്സാക്ട് സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ പോലെ. എന്നാൽ അത്രയും റെസ്പോൺസിബിളാണ് നിങ്ങളെല്ലാവരും, നിങ്ങളെന്നല്ല ഞാൻ ഉൾപ്പെടെ. ഈ 100 above സബ്സ്ക്രൈബേഴ്സ് ഉള്ള അല്ലെങ്കിൽ അതിൽ എത്രയോ സബ്സ്ക്രൈബേഴ്സ് ഉള്ള നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് അതൊന്ന് തിരക്കാമായിരുന്നു. ഞാൻ ശരത്തേട്ടൻ്റെ കാര്യം പറയാനുള്ള റീസൺ വേറൊന്നുമല്ല, ഞാൻ ഇപ്പോൾ ശരത്തേട്ടൻ്റെ വീഡിയോസ് കാണാറില്ല. അതിന് കാരണം കുറച്ച് നാളുകൾക്ക് മുൻപ് ഒരു പെൺകുട്ടി ആ കുട്ടിയുടെ ലൈഫിലുണ്ടായ ഒരു എക്സ്പീരിയൻസ് ആ കുട്ടിയുടെ ചാനലിൽ വന്ന് സംസാരിച്ചു. ഇതിനെ ശരത്തേട്ടനെടുത്ത് റിയാക്ട് ചെയ്തു. മൂപ്പൻസ് വ്ലോഗിൽ ശരത്തേട്ടനെടുത്ത് റിയാക്ട് ചെയ്തിട്ട് ഒരു ദിവസം എന്താ കഴിഞ്ഞപ്പോൾ ഈ വീഡിയോ ടേക്ക് ഡൗൺ ചെയ്തു. ഞാൻ എപ്പോഴാണ് ഈ വിവരം അറിയണമെന്ന് ചോദിച്ചാൽ, ശരത്തേട്ടൻ ടേക്ക് ഡൗൺ ചെയ്ത വിഷയത്തെക്കുറിച്ച് ആ കുട്ടി വന്നിട്ട് ആ കുട്ടിയുടെ യൂട്യൂബ് ചാനലിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരെ കൊണ്ട് വീഡിയോസ് മുക്കിക്കുന്നു, കളയിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴാണ് ഞാൻ എന്താണ് സംഭവം എന്നുള്ളത് അന്വേഷിക്കാൻ നോക്കിയത്. ആ ചാനലിൽ കയറി നോക്കിയപ്പോൾ ആ കുട്ടിയുടെ ലൈഫിലുണ്ടായ പ്രശ്നങ്ങൾ വിത്ത് എവിഡൻസ് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് റിയാക്ട് ചെയ്തു. ഞാൻ റിയാക്ട് ചെയ്തതിൻ്റെ ബേസിൽ എനിക്ക് അതിനകത്ത് വന്നൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അത് ആ കുട്ടി എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് മെസ്സേജ് അയച്ച് ചൂണ്ടിക്കാണിച്ചു, ഇന്നൊരു കാര്യം പറയണ്ട, അതൊന്ന് ട്രിം ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് ഞാൻ ട്രിം ചെയ്തു. അപ്പോഴാണ് ആ കുട്ടി, ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് ഇന്നയാൾ ഇത് ടേക്ക് ഡൗൺ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞത്, അത് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ഈ വ്യക്തിയെ വിളിച്ചിട്ട് എന്തോ കേസ് കൊടുക്കുന്നൊക്കെ പറഞ്ഞു, അതുകൊണ്ടാണ് ടേക്ക് ഡൗൺ ചെയ്തതെന്നാണ് ഇദ്ദേഹം ആ കുട്ടിയോട് പറഞ്ഞതെന്നാണ് പറഞ്ഞത്. ശരിക്കും താങ്കളെപ്പോലുള്ള ആളുകൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ ക്രെഡിബിലിറ്റി ഭയങ്കരമായിട്ട് ആൾക്കാരിലേക്ക് എത്തും. ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ് കാര്യം പറയുന്നത്. അതിന് കാരണം 1 മണിക്കൂർ കൊണ്ട് അറൗണ്ട് 10,000 ആൾക്കാർ താങ്കളുടെ വീഡിയോ കാണും, മൂപ്പൻസ് വ്ലോഗിലെ വീഡിയോ കാണും. അതിനുശേഷം യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ ടേക്ക് ഡൗൺ ചെയ്യുമ്പോൾ ആ വീഡിയോയിൽ വന്ന് സംസാരിച്ച പെൺകുട്ടിയുടെ ക്രെഡിബിലിറ്റിയാണ് അത് ബാധിക്കുന്നത്. അല്ലെന്ന് പറയാൻ പറ്റുമോ? അതിനുശേഷം ഇന്നേ വരെ ശരത്തേട്ടൻ ആ പെൺകുട്ടിയെ കോൺടാക്ട് ചെയ്തിട്ട് അന്വേഷിച്ചിട്ടുണ്ടോ ആ കുട്ടിക്ക് എന്താ സംഭവിച്ചത്, ആ കുട്ടിയുടെ ലൈഫ് ഇപ്പം എങ്ങനെയാണ് പോകുന്നത് അന്വേഷിച്ചിട്ടുണ്ടോ? ഉണ്ടാവില്ല. പക്ഷെ ഒന്ന് അന്വേഷിച്ച് നോക്കണം ആ കുട്ടി ഇപ്പോൾ എന്ത് മാനസികാവസ്ഥയിലൂടെയാണ് പോകുന്നതെന്നുള്ളത്. നമുക്കെല്ലാവർക്കും എല്ലാം കോണ്ടൻ്റാണ്. പക്ഷേ ഇത്തരം വിഷയങ്ങൾ ഈ പറയുന്ന ടേക്ക് ഡൗൺ ചെയ്യുമ്പോൾ നമ്മൾ രക്ഷപ്പെടുമായിരിക്കും. ആ പെൺകുട്ടിക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ആ കുട്ടി ഈ വിഷയവുമായിട്ട് ഒരാളോട് സംസാരിച്ചു കഴിഞ്ഞാൽ, ഇന്നാൾ വീഡിയോ ചെയ്തല്ലോ, അത് പിന്നെ കാണുന്നില്ലല്ലോ, അപ്പോൾ നീ പറഞ്ഞെല്ലാം കള്ളമായിരിക്കില്ലേ എന്നായിരിക്കും തിരിച്ച് ചോദിക്കുന്നത്. നമ്മളത് ചിന്തിക്കില്ല. അപ്പോൾ ദയവ് ചെയ്ത് ഇത് ഞാൻ ആ കുട്ടിക്ക് വേണ്ടി പറയുന്നതാണെന്ന് വിചാരിക്കുക. ടേക്ക് ഡൗൺ ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് ഞാൻ എന്തുകൊണ്ട് ടേക്ക് ഡൗൺ ചെയ്തു എന്നെങ്കിലും പബ്ലിക്കിനോട് പറയാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി കാണിക്കുക. ഇതെൻ്റെ ഒരു റിക്വസ്റ്റാണ്. ഒരു പക്ഷേ ഞാനിത് പറയുന്നതിന് പേരിൽ എന്നോട് ദേഷ്യം തോന്നാം, എന്നാലും കുഴപ്പമില്ല. ചാനൽ കളയണമെന്ന് തോന്നാം, എന്നാലും പ്രശ്നമില്ല. പക്ഷേ ഇത് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ദയവ് ചെയ്ത് ഒരു വീഡിയോ ചെയ്യുമ്പോൾ അത് നമ്മളൊരാളെ സപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ അത് അവരെ മോശമായിട്ട് ബാധിക്കാത്ത രീതിയിൽ മുന്നോട്ട് പോവുക. അതേ പിന്നെ ചെയ്യാൻ പോകരുത്, വീഡിയോ ചെയ്യാൻ പോകരുത്. ചെയ്യരുതെന്നൊന്നും എനിക്ക് പറയാനുള്ള റൈറ്റില്ല കേട്ടോ. നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട എന്നുള്ളത്. എന്നാൽ നമ്മളൊരു വീഡിയോ ടേക്ക് ഡൗൺ ചെയ്യുമ്പോൾ നമ്മുടെ ഭാഗം മാത്രമല്ല ചിന്തിക്കേണ്ടത്. ശരിക്കും ആ പെൺകുട്ടിക്ക് ഒരുപാട് ആശ്വാസമായിരുന്നു നിങ്ങളെപ്പോലൊരു ഒരാൾ ആ വിഷയമെടുത്ത് സംസാരിച്ചപ്പോൾ. ആ കുട്ടി എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു, ഒരുപാട് ആശ്വസിച്ചു. അദ്ദേഹത്തെ പോലെ ഒരാൾ ആ വീഡിയോ എടുത്ത് ചെയ്തല്ലോ, എനിക്ക് നീതി കിട്ടുമല്ലോ. ഒരു പക്ഷേ അത് കാണുന്ന ഏതെങ്കിലും ഒരു നിയമപാലകൻ അത് കണ്ടിട്ട് ആ കുട്ടിയുടെ ഒരു മനസ്സലിവ് തോന്നി, ഒരു സഹായം, ഒരു ഹെൽപ്പ് ആ കുട്ടിക്ക് ചെയ്യുമെന്ന് ആ കുട്ടി പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഇത് എന്നോട് പറഞ്ഞ കാര്യമാണ്. അതുണ്ടായില്ല, കാരണം വീഡിയോ പിന്നെ ഇല്ല അവിടെ. എന്നാൽ ഇതേപോലെ വീഡിയോ ചെയ്ത വേറെ ആൾക്കാരുണ്ട്, ഇന്നും അവരുടെ ചാനലിൽ ആ വീഡിയോ ഉണ്ട്. അവരെ ആരും വിളിച്ച് ഭീഷണിപ്പെടുത്തിയായിട്ടൊന്നും അവർ പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ അവർ ആ വീഡിയോ കളഞ്ഞിട്ടില്ല. അതുകൊണ്ട് എൻ്റെ റിക്വസ്റ്റാണ്, താങ്കളത് എങ്ങനെ മനസ്സിലാക്കും? വീണ്ടും ഞാൻ പറയുന്നത്, എന്നോട് ദേഷ്യം തോന്നിയാലും പ്രശ്നമില്ല, പക്ഷേ ഇതെൻ്റെ ഒരു റിക്വസ്റ്റായിട്ട് മാത്രം കാണുക. അങ്ങനെ എടുക്കുമെന്ന് വിചാരിക്കുന്നു. സോ ബഷീർ ഇനിയും ആർക്കും എതിരെ കേസ് കൊടുക്കുന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാം നല്ലതായിട്ട് വരട്ടെ, ആർക്കും ദോഷമായിട്ടൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട്
വീണ്ടും കാണാം.